ഇന്ന് എനിക്ക് വന്ന മെസ്സേജുകളിലൊന്നാണേ, ഒരാളുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല പ്രണയാർദ്രമായ ബന്ധമാണ്. പക്ഷെ അതേ സമയം തന്നെ മറ്റൊരു ബന്ധം കൂടി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ രണ്ടുപേരിലൊരാൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്കത് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ എനിക്ക് അറിയാമെന്ന് മറ്റേ ആൾക്കറിയില്ല. പിടിയോ? അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് അവൻ എത്ര കിട്ടിയാലും, അത് സ്നേഹമാണെങ്കിലും പ്രണയമാണെങ്കിലും മറ്റെന്തും, ഭക്ഷണം ഒഴികെ മറ്റെന്തും നമ്മൾ മതി എന്ന് പറയില്ലേ അല്ലേ? അതുകൊണ്ട് തന്നെ ഒന്നിലേറെ ബന്ധങ്ങളെ ഒരേ സമയം കൊണ്ടുമാണ്. അപ്പൊ നമ്മുടെ പങ്കാളി അത്തരത്തിലൊരു ബന്ധത്തിലൂടെ കടന്നു പോവുകയാണെന്ന് നമ്മൾ അറിഞ്ഞു എന്ന് വെച്ചോളൂ. വഴക്കുണ്ടാക്കാൻ പോരുത്, കാര്യമില്ല. നിങ്ങൾ അതിനകത്ത് വഴക്കുണ്ടാക്കിയത് കൊണ്ടോ, പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടോ, അലമ്പുണ്ടാക്കിയത് കൊണ്ടോ, കലിപ്പുണ്ടാക്കിയത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളിൽ എന്തൊക്കെയോ കുറവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ മറ്റൊരാളിലേക്കും കൂടി പോകുന്നത്. പോട്ടെ എന്ന് വേണം. അത് ഭയങ്കര ഹാർഡാണ്. നമ്മളെ ചതിച്ചു, എന്നാലും നമ്മളെ അങ്ങനെ വഞ്ചിച്ചല്ലോ എന്നൊക്കെ തോന്നും. മനുഷ്യ സഹജമാണ്. അവർ പൊയ്ക്കോട്ടെ എന്ന് വെക്കണം. കാരണം ആ വ്യക്തിയെ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ പിടിച്ചു നിർത്തുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ പഴയ ബന്ധത്തിന് അതുപോലെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റത്തില്ല. വിശ്വാസം പോയി കഴിഞ്ഞാൽ സകലതും പോയി എന്നുള്ളതാണ്. അത് ഏത് ബന്ധത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ ചാറ്റ് കാണുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോൺ പരിശോധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്. അത് ഓരോരുത്തരുടെയും 2 പേഴ്സണൽ സ്പേസ് ആണല്ലോ. ഇൻ കേസ് നമ്മളറിയാം, നമ്മളിലേക്ക് അത് എത്തപ്പെട്ടു, നമുക്കറിയാമെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അവരോട് കൃത്യമായിട്ട് റിവീൽ ചെയ്യുക, ഇങ്ങനെ ഒരു സംഗതി ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് നാളത്തേക്ക് നോവായിരിക്കും, സ്വാഭാവികമായിട്ടും ഹൃദയത്തിന് ഭയങ്കര ഭാരം കാണും, വേദന കാണും, സങ്കടം കാണും, പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്യും, സാരമില്ല, നീ നിന്റെ ലൈഫ് ജീവിച്ചോളൂ എന്ന് പറയാനാകലാണ് ആത്മാഭിമാനം. മറക്കരുത്. പരകട്ടെ പ്രകാശം.